നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഏലംകുളം കുലുക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് എളാട് മപ്പാട്ടുകര പാലം വിഷയത്തിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. അനുയോജ്യമായ സ്ഥാനത്ത് പാലം വേണമെന്നും പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഏലംകുളം പഞ്ചായത്തിലെ എളാടിനെയും കുലുക്കല്ലൂർ പഞ്ചായത്തിലെ മപ്പാട്ടുകരയെയും ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്നത് ഇരു പ്രദേശത്തുകാരുടെയും പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. പാലം യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി, ഷൊർണൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ 10,000-കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുത്താനാവും. രോഗികളും വിദ്യാർത്ഥികളുമടക്കം പെരിന്തൽമണ്ണയെ ആശ്രയിക്കുന്നവർക്ക് നിലവിൽ 30 കിലോമീറ്റർ സഞ്ചരിക്കണം. പാലം യാഥാർത്ഥ്യമായാൽ ദൂരം 13 കിലോമീറ്ററായി കുറയ്ക്കാനാകും. പാലത്തിൻ്റെ ആവശ്യമുന്നയിച്ച് ഇരുകരകളിലെയും പ്രദേശവാസികൾ 2 പതിറ്റാണ്ടായി ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഫലമായി മപ്പാട്ടുകര എളാട് പാലത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും സാധ്യതാ പഠനത്തിനും 50 ലക്ഷം രൂപ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തു. സർവേ നടത്തി ഇവിടെ പാലത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. 2 ഭാഗത്തും അപ്രോച്ച് റോഡുകളുമുണ്ട്. സ്ഥിതികൾ അനുയോജ്യമായിട്ടും പാലത്തിൻ്റെ നിർമ്മാണം നീണ്ടുപോകുന്നതിനെതിരെ മുതുകുറിശി എളാട് കേന്ദ്രീകരിച്ച് പാലം ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കടന്നവൻകാട് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗം MA അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ കേരളത്തിന് അനുവദിക്കാത്തതിന്റെ പ്രയാസങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് വളരെ പ്രതിസന്ധി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും നമുക്ക് ഈ ബജറ്റിലെ ഒരു സംഖ്യ ഈ പാലത്തിന് വേണ്ടി വകയിരുത്താൻ വേണ്ടി പറയണമെങ്കിൽ നമ്മൾ ഇത്തരം ആക്ഷൻ കൗൺസിലിലൂടെ നമുക്ക് ജനങ്ങളുടെ ഈ ശ്രദ്ധ, നമുക്ക് ഇവരുടെ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതില് ഏറ്റവും വലിയ മാർഗം എന്താ? ദൃശ്യമാധ്യമങ്ങളിലൂടെ അതുപോലെ ജനങ്ങളുടെ ആക്ഷൻ കൗൺസിലിൽ ചേർന്ന് വലിയ പ്രമേയങ്ങളും അതേമറ്റുള്ള എന്താ പറയാ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് അത് ഇവിടുത്തെ MLA, നമ്മളുടെ ബഹുമാനപ്പെട്ട MLA നജീബും അതുപോലുള്ള പട്ടാമ്പി MLA മുഹസിൻ മുഖാന്തരമൊക്കെ നമുക്ക് ഗവൺമെന്റിന്റെ അങ്ങോട്ട് സെക്രട്ടറിയുടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ചെയ്യണം. അപ്പോൾ PK രാജഗോപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം E ഗിരിജ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MR മനോജ്, അബ്ബാസ് ദാരിമി, രാജൻ പൂതനായിൽ, സുരേഷ് മഠത്തിൽ, വേലായുധൻ, അഡ്വക്കേറ്റ് മസൂദ്, ശിവശങ്കരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീനിവാസൻ കിഴക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. M ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക്, ഒട്ടേറെ രോഗികൾക്ക്, ഒട്ടേറെ യാത്രക്കാർക്ക് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പള്ളികളുണ്ട്, ഹിഫ്ദ് കോളേജുണ്ട്, ക്ഷേത്രമുണ്ട്, നമ്മുടെ മുതുകുറിശി UP സ്കൂളുണ്ട്, ആശുപത്രികളുണ്ട്, പെരിന്തൽമണ്ണ PTM കോളേജുണ്ട്. അങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഈ ഒരു പാലം നിർബന്ധമാണ് കൂടിയേറ്റുള്ളത്. ഇതില്ലാത്തതിന്റെ ഗതികേട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ലാറായ കറങ്ങി 30-35 കിലോമീറ്റർ വേണം നമുക്കൊരു ഹോസ്പിറ്റൽ സിറ്റിയായി പെരിന്തൽമണ്ണയിലെത്താൻ. അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള ഏത് ഭാഗത്ത് പോകണമെങ്കിൽ അതേസമയം വെറും 13 കിലോമീറ്റർ കൊണ്ട് നമുക്ക് പെരിന്തൽമണ്ണ എത്തിപ്പെടാൻ സാധിക്കുന്നു ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പല പദ്ധതികളും പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഇതിനുമായി ശക്തമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് പാലം വരുന്നതായിരിക്കും, യാതൊരു സംശയമില്ല. ചില സമ്മർദ്ദങ്ങൾ കാരണം തീരെ അനുയോജ്യമല്ലാത്തതും 2 കിലോമീറ്റർ പാടം നികത്തി അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടതുമായ പ്രദേശത്തേക്ക് പാലം നീക്കാനുള്ള ശ്രമം നാട്ടുകാരിൽ കടുത്ത അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. അനുയോജ്യ സ്ഥാനത്ത് തന്നെ പാലം വരണമെന്നാണ് കക്ഷിഭേദമന്യേ നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി ജനപ്രതിനിധികളെയും അധികാരികളെയും സമീപിക്കുന്നതോടൊപ്പം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഏലംകുളം പഞ്ചായത്തിലെ എളാടിനെയും കുലുക്കല്ലൂർ പഞ്ചായത്തിലെ മപ്പാട്ടുകരയും ബന്ധിപ്പിച്ച് തൂതപ്പുഴക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിന് കാലതാമസം വരുന്നതിൽ ഈ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഗതാഗത, വിനോദസഞ്ചാര, ആരോഗ്യ, വാണിജ്യ രംഗത്ത് പുത്തൻ ഉണർവ് പ്രതീക്ഷിക്കുന്ന പ്രസ്തുത പാലത്തിന് എല്ലാ തടസ്സങ്ങളും നീക്കി നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് ഈ യോഗം അധികാരികളോട് ആവശ്യപ്പെടുന്നു. ഈ 2 വാചകങ്ങളാണ് നമ്മളിവിടെ പ്രമേയമായി ഉദ്ദേശിക്കുന്നത്. സദസ്സിന്റെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു.